പോവാ പോട്ടെ പോട്ടെ. അങ്ങനെ നമ്മൾ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലോട്ട് സ്വാഗതം. നമുക്കിത് ഇന്ന് ഈ വണ്ടിയിലാട്ടോ പണി. നമ്മളിന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ആരിക്കാടി അമ്പലത്തിൻ്റെ മുന്നിൽ വെച്ചാണ്. അപ്പോൾ ഇവിടെയൊക്കെ കണ്ടത് ഒരു KSRTCയുടെ വോൾവോ ബസ്സൊക്കെ ഇവിടെ സൈഡായിട്ട് കിടക്കുന്നുണ്ട്. കണ്ടോ, ബേക്കെല്ലാം മൊത്തം അടിച്ച് നിലം പോലെ ആയിപ്പോയി. അത് ഞങ്ങളെ വടകര ഭാഷയിലൊന്ന് പറഞ്ഞു കേട്ടോ, അടിച്ച് തകർന്നു പോയി, അതാ ഉദ്ദേശിച്ചത്. ഇതേ കണ്ടോ, മൊത്തം തകർന്ന് തരിപ്പണായിട്ടാണുള്ളത്. ഈ മതിലിന് കൊണ്ടുപോയിട്ട് അടിച്ചതാണ്. അങ്ങനെ നമ്മൾ ആരിക്കാടി അമ്പലത്തിന്റെ മുന്നിൽ നിന്ന് സാധനങ്ങളൊക്കെ തന്നെ കയറ്റി നേരെ കുമ്പള എത്തിയിട്ടുണ്ട്. കുമ്പള നമ്മുടെ സോയിൽ നെയിലിംഗ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ തന്നെ കയറ്റണം. എന്നിട്ട് നമ്മൾ നായിക്കാപ്പ് പ്ലാന്റിൽ കൊണ്ടുപോയി ഇറക്കണം കേട്ടോ. അതാണ് പരിപാടി. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ വണ്ടിയിലോട്ട് ഇപ്പോൾ സാധനങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ഇന്നും നല്ല രീതിയിലുള്ള മഴക്കാറും വെയിലും ഒന്നുമില്ലാത്തൊരു അന്തരീക്ഷമാണ്. നല്ലൊരു അടിപൊളി ക്ലൈമറ്റാണ്. അപ്പോൾ നമ്മുടെ ഒരു ക്രെയിനൊക്കെ ഇവിടെ കിടക്കുന്നത് കാണാം. ഇവിടെയൊക്കെ മൊത്തം സോയിൽ നെയിലിംഗ് അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ ഇനിയും അടിക്കാനുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ വണ്ടി ഇതേ ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ വർക്കേഴ്സൊക്കെ ഇതേ ഈ കമ്പിയും അതുപോലെ തന്നെ ഈ ബേരലൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കമ്പീൻ്റെ മുകളിലുള്ള ഓരോ സാധനങ്ങളൊക്കെ ഇപ്പം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം കമ്പിയും മറ്റു സാധനങ്ങളൊക്കെ നമ്മുടെ വണ്ടിക്കകത്തോട്ട് കയറ്റാൻ വേണ്ടിയിട്ട്. നമ്മളിതാ കുമ്പള ടൗണിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ ഉള്ളത്. അതേപോലെ ഇതേ സോയിൽ നെയിലിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന, സ്പ്രേ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീനറീസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇനി വലിയ കംപ്രസറൊക്കെ വെച്ചിട്ട് എയറൊക്കെ കയറ്റിയിട്ടുള്ള സെറ്റപ്പാണ് കേട്ടോ. കണ്ടോ, അതൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിക്കകത്തോട്ട് സാധാരണ ഇപ്പോൾ കയറ്റി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളെ കുമ്പള ഭാഗത്ത് കണ്ടോ, ഇവിടെയൊക്കെ സോയിൽ നെയിലിങ്ങിൻ്റെ രണ്ടാമത്തെ ഘട്ടം തുടങ്ങി കഴിഞ്ഞു. മൊത്തം നെറ്റൊക്കെ അടിച്ച് വരികയാണ്. ഇവിടെയൊക്കെ മൊത്തം നെറ്റടിച്ച് റെഡിയാക്കണം കേട്ടോ. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് സ്പ്രേ ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ ഈ കാണുന്ന ബേരലൊക്കെ നമ്മുടെ കോൺക്രീറ്റിലേക്ക് ചേർക്കാനുള്ള കെമിക്കലാണ്. അപ്പോൾ ഈ കാലിയായ ബേരലൊക്കെ നമ്മൾ കയറ്റി നേരെ നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റിലോട്ട് കൊണ്ടുപോയി വെക്കുകയാണ്. ലോറിയായിട്ട് നമ്മുടെ വണ്ടിക്കകത്തോട്ട് ഓരോ സാധനങ്ങൾ കയറ്റി വരികയാണ്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ എൻജിനീയർ ആദർശ്. അപ്പോൾ നമ്മുടെ സോയിൽ നെയിലിങ്ങിൻ്റെ ഏരിയയിൽ നിൽക്കുന്ന എൻജിനീയറാണ്. അപ്പോൾ ഇതേ നമ്മുടെ വണ്ടിക്കകത്തെ സാധനങ്ങൾ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞു കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇഷ്ടംപോലെ കമ്പിയും അതുപോലെ തന്നെ ബേരലൊക്കെ കയറ്റി വരുന്നുണ്ട്. അപ്പോൾ ഇതേ ഒരാളെ പിടിച്ചിട്ടുണ്ട്. കണ്ടോ, നമ്മളെ റോഡിലുള്ള കമ്പിയും സാധനങ്ങളൊക്കെ എടുത്ത് ചാക്കിലാക്കി കൊണ്ടുവന്ന ആളാണ്. അപ്പൊ നമ്മളൊരു കള്ളനെ കൈയോടെ പിടിച്ചു. കാരണം നമ്മളെ റോഡിലുള്ള സാധനങ്ങളൊക്കെ, നമ്മുടെ കമ്പിയും കാര്യങ്ങളൊക്കെ ചാക്കിലാക്കി കൊണ്ടുപോകേണ്ട പരിപാടിയായിരുന്നു. ആളെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ മൊത്തം വാങ്ങി വെച്ചിട്ടുണ്ട്. വേറൊന്നും പറഞ്ഞില്ല, അയാളെ പറഞ്ഞു വിട്ടു. അപ്പം ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ നമ്മുടെ ഈ ഏരിയയിൽ നിന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മളെല്ലാ സ്ഥലങ്ങളിലും നൈറ്റ് സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഇത് ഏതാണ്ട് ലോഡായിട്ടുണ്ട്. ഇനി ഇത് ബേക്കിലും കൂടെ കുറച്ച് സാധനം കയറ്റിയാൽ
വണ്ടി മൊത്തത്തിൽ ലോഡാവും. അപ്പോൾ ഓരോ ബേരലുകൾ ഇതേ ഇങ്ങനെ കയറ്റി പോകുന്നുണ്ട്. നമ്മുടെ പരിപാടി ഇവിടെ കാര്യമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. നമ്മുടെ ഓരോ സാധനങ്ങൾ ഇപ്പോൾ വണ്ടിയിലോട്ട് ഇങ്ങനെ കയറ്റി വരുന്നുണ്ട്. ഇതേ കണ്ടോ, ഓരോ ബേരലുകൾ ബാലൻസ് ഉള്ള സാധനങ്ങളൊക്കെ ഒരു ബേരലിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കാലിയാക്കിയതിന് ശേഷം നമ്മുടെ വണ്ടിക്കകത്തോട്ട് ഇങ്ങനെ കയറ്റി വരികയാണ് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ഒരു 10 ബേരലും കൂടി കയറ്റി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഫുള്ളായി. ഇത്രത്തോളം കയറ്റി വെച്ചിട്ടുണ്ട് കണ്ടോ, ഇത്രത്തോളം കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് നായിക്കാപ്പ് പ്ലാന്റിൽ കൊണ്ടുപോയിട്ട് ഇറക്കി വെക്കണം. അതേപോലെ ഇവിടെ നമ്മുടെ ക്യാമറയുടെ വർക്കൊക്കെ നടക്കുന്നുണ്ട്, വയറിങ്ങിൻ്റെ പരിപാടിയൊക്കെ. അപ്പോൾ നമ്മുടെ വണ്ടി ഇതേ ലോഡായിട്ടുണ്ട്. ഇനി നേരെ നായിക്കാപ്പ് പ്ലാന്റിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നായിക്കാപ്പ് പ്ലാന്റിൽ എത്തിയിട്ടുണ്ടേ. ചായയൊക്കെ കുടിച്ച് വന്നതാണ്. ഇനിയിപ്പോൾ എന്തോ ബേക്ക് കയറ്റിയ സാധനം കണ്ടോ, ഈ സാധനം മൊത്തം നമുക്കിവിടെ ഇറക്കി വെക്കണം. എന്നിട്ട് വേണം അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടി പോവാൻ. ഇതാണ് കേട്ടോ നമ്മുടെ മെസ്സ്. ഓരോരോ ആളുകൾ ബിസിയാണ്, ഓരോരോ പണിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേ ഇന്ന് അത്യാവശ്യം വലിയ രീതിയിലുള്ള മഴയൊന്നും ഇല്ലാതെ ആകാശമൊക്കെ ഇങ്ങനെയാണ്. അങ്ങനെ നമ്മൾ ഇതേ ലോഡ് ഇറക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ ബേരലൊക്കെ ഇതേ ഇവിടെയാണ് വെക്കുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ബേരലുണ്ട്. ഓരോ ബേരലുകളായിട്ട് ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാത്രം കുറച്ച് തണലൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ച് മരങ്ങളായിട്ട്. ബാക്കി എല്ലാ ഭാഗങ്ങളും ഇതേ നോക്കി നല്ല തീ പറക്കണ വെയിലാണ്. നമ്മുടെ പ്ലാന്റ് ഇതാ ഇപ്പോൾ ഇന്ന് അടിക്കുന്നില്ല. നമ്മുടെ വട്ടിപ്പടവുള്ള പ്ലാന്റാണ് ഇന്ന് വർക്ക് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റ് റെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ള വെയിലും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ടീം എന്തായാലും ദേ ഇവിടുന്ന് സാധനം ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൈഡിലോട്ടൊന്ന് ചെന്ന് നോക്കാം. ഞങ്ങളിപ്പോൾ ഉള്ളത് കുറ്റിക്കാട്ടിലാണ്. ഇവിടെയാണ് ഞങ്ങളുടെ സ്ഥലം. ഈ സ്ഥലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ 10 ഏക്കർ എന്ന് പറയും. ഈ 10 ഏക്കറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതാ റമ്മ് കിക്കുന്ന കണ്ടില്ലേ, അതാണ് റാം. നിങ്ങൾ ആദ്യമായിട്ടാണ് റമ്മ് കാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ പറയുക. അപ്പോൾ നമ്മുടെ ടീമൊക്കെ നല്ല ഉഷാറായ ടീം തന്നെയാണ്. ഇത് കണ്ടില്ലേ, നല്ല പറന്നടിച്ചുകൊണ്ടാണ് ഇപ്പോൾ സാധനം ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടെയൊക്കെ ഇഷ്ടം പോലെ വേരല് കട്ടിക്ക് ഇങ്ങനെ ഇട്ടിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സൈറ്റിൽ നിന്ന് നമ്മൾ ഓരോ മെറ്റീരിയൽസ് കാലിയായതിനു ശേഷം ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യാണ്. അപ്പോൾ കണ്ടോ, നല്ല പറന്നടിച്ച് ഇവിടെ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത ലോഡ് കയറ്റാൻ വേണ്ടി പോകാൻ. അപ്പോഴേ ബേരലൊക്കെ നമ്മൾ ഇറക്കി കഴിഞ്ഞു. നമ്മുടെ വണ്ടിക്കകത്ത് ഇഷ്ടം പോലെ കമ്പി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇറക്കി വെക്കണം. അതിനുള്ള സ്ഥലങ്ങളൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വർക്കേഴ്സ്. അതേപോലെ ദൂരെയായിട്ട് ഇതേ നമ്മുടെ സർവീസ് വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ JCB അവിടെ കിടപ്പുണ്ട് കേട്ടോ. നമ്മുടെ രഞ്ജിത്തേട്ടൻ്റെ JCB ആണ്. ദൂരെയായിട്ട് നമ്മുടെ ലോഡർ നമ്മുടെ ടിപ്പറിനകത്തോട്ട് GSP ലോഡാക്കുന്ന കാഴ്ചയും കാണാം. അതേപോലെ നമ്മുടെ പ്ലാന്റിൽ ഇപ്പോൾ കോൺക്രീറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. റെഡി മിക്സ് പ്ലാന്റുകളിൽ ഒന്നിൽ ഇപ്പോൾ കോൺക്രീറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 1-2 വണ്ടികളൊക്കെ സൈഡിലോട്ട് പോയിട്ടുമുണ്ട്. അപ്പോൾ ഏതാണ്ട് ഇതേ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ തന്നെ മാറ്റി കയ്യാറായിട്ടുണ്ട്. കുറച്ച് പൈപ്പാണ് കേട്ടോ. ഇതെന്തിനുപയോഗിക്കുന്ന പൈപ്പാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും അതൊക്കെ മാറ്റി ഇനിയിപ്പോൾ അവിടെ നമ്മുടെ കമ്പി മൊത്തം ഇറക്കി വെക്കണം. അതേപോലെ നമ്മുടെ രഞ്ജിത്തേട്ടൻ്റെ JCB ഇതേ അതുവഴി നമ്മുടെ പ്ലാന്റ് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2-3 ദിവസം മുമ്പിട്ട് നമ്മൾ ആ വണ്ടിയിലായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെയാണ് കേട്ടോ പ്ലാന്റ് ലോഡാക്കുന്നത്. ഇങ്ങനെ റാമ്പിലൂടെ കയറിപ്പോയി ഓരോ മെറ്റീരിയൽസ് ഇങ്ങനെ ലോഡാക്കി വിടണം.
അതേപോലെ നമ്മുടെ നിശാന്തേട്ടൻ്റെ ടിപ്പർ GSP ലോഡാക്കി അവിടെ നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബില്ലും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടിയാലേ ആ വണ്ടി അവിടെ നിന്ന് എടുക്കുള്ളൂ. സൂര്യൻ്റെ പവർ എന്ന് വെച്ചാൽ അതിയായ പവറാണ്. ഇതേ കണ്ടോ, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോ സാധനങ്ങൾ ഇതേ ഇവിടെ ഇറക്കി വെക്കണം. അപ്പോൾ നമ്മുടെ ടീം പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഇതേ ഇവിടെ നമ്മുടെ ഓരോ മെഷീനറീസിൻ്റെ മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ റെഡി മിക്സ് ഇതേപോലെ ലോഡാക്കി ഇതുവരെ കടന്നു വരുന്നുണ്ട്. ആകാശം അത്യാവശ്യം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഏതാണ്ട് കാർമേഘങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ ഗ്രേഡറിൻ്റെ പണിയൊക്കെ ഇതേ കാര്യമായിട്ട് നടക്കുകയാണ്. മൊത്തം മെയിൻ്റനൻസ് വർക്കാണ് കേട്ടോ. നമ്മുടെ സർവീസ് വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ഇതേ കണ്ട ഇപ്പുറവും വേറൊരു ഗ്രേഡർ നിർത്തിയിട്ടുണ്ട്. ഇപ്പം മഴക്കാലമായതുകൊണ്ട് ഇതിൻ്റെയൊക്കെ മൊത്തം മെയിൻ്റനൻസ് നമ്മൾ തീർത്ത് വെക്കുന്നതാണ്. അതേപോലെ നമ്മുടെ JCB ഇവിടെ എന്തൊക്കെയോ പരിപാടിയാണ്. നമ്മുടെ ഗ്രേഡറിൻ്റെ ഓരോ ഭാഗങ്ങൾ തൂക്കിയെടുത്ത് വെക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റുള്ള പാർട്സാണ്. അതിൻ്റെ ഒരു കവറാണ് കേട്ടോ. അതിൻ്റെ എൻജിൻ്റെ ഭാഗത്ത് വരുന്നൊരു കവറാണ്. എൻജിൻ വർക്ക് പണിയായിരുന്നു, അതൊക്കെ ഒന്ന് ശരിയാക്കി എൻജിനൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ കവറൊക്കെ ഇട്ട് വീണ്ടും ശരിയാക്കി കൊണ്ടുവരണം. അതേപോലെ നമ്മുടെ ക്രെയിനിൻ്റെ ചെറിയ ചെറിയ മെയിൻ്റനൻസ് വർക്കും ഇവിടെ നടന്നു വരുന്നുണ്ട്. ഇദ്ദേഹമാണ് കേട്ടോ നമ്മുടെ മെഷീനറിയുടെ മാനേജർ. പോയി അപ്പോൾ നമ്മുടെ ഗ്രേഡറിൻ്റെ ടയറൊക്കെ ഇട്ട് ശരിയാക്കിയിട്ടുണ്ട്. അതുപോലെ ബേക്കിലത്തെ കവറൊക്കെ ഇട്ട് ഓരോ വർക്കിങ്ങനെ തീർത്ത് വരികയാണ് കേട്ടോ. അതേപോലെ ഒരു സൈഡിലായിട്ട് നമ്മുടെ ക്രെയിന് സെറ്റപ്പൊക്കെ കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ രഞ്ജിയാടനാണ് അവിടെ മെക്കാനിക്കായിട്ടുള്ളത്. നല്ല വെയിലത്ത് നിന്നാണ് കേട്ടോ എല്ലാവരും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പരിപാടികൾ ഇങ്ങനെയൊക്കെയാണ് നടന്നു പോകുന്നത്. നമ്മളിപ്പോൾ ഇവിടെ കുറേ വണ്ടിയൊക്കെ നന്നാക്കുന്നത് കണ്ട് ഇങ്ങോട്ട് വന്നതാണ്. നമ്മുടെ വണ്ടിക്കകത്ത് നിന്നതേ ദൂരെയായിട്ട് സാധനങ്ങൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ ഇതേ നമ്മുടെ ബോബ്കേറ്റ് കണ്ടോ ഇവിടെ ഉണ്ട്. നമ്മൾ കുറേ കാലം ഇതിലായിരുന്നു, കുറച്ച് കാലം. അപ്പോൾ ഇപ്പോൾ വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റിലായിട്ട് കൊണ്ടുപോയി വെച്ചതാണ്. അപ്പോൾ ദൂരെയായിട്ട് ഇതേ നമ്മുടെ വണ്ടിക്കകത്ത് നിന്ന് സാധനങ്ങൾ കമ്പി സ്റ്റീല് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞില്ല, ഇനിയും കുറേ സാധനങ്ങൾ ഇറക്കാനുണ്ട്. ഇതൊക്കെ നമ്മുടെ ടൈലറിൻ്റെ ബെഡാണ് കേട്ടോ. ലോ ഫ്ലോർ ബെഡാണ്. നമ്മുടെ വലിയ വലിയ ഇറ്റാച്ചികളൊക്കെ കയറ്റി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. അതേപോലെ റെഡി മിക്സ് ലോറിയിലോട്ട് ഇത് വീണ്ടും മിക്സ് നിറച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാന്റ് ഇപ്പോൾ വർക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മെക്കാനിക് ടീമൊക്കെ നല്ല കാര്യമായിട്ടുള്ള പണി തന്നെയാണ്. കണ്ടോ നമ്മുടെ സർവീസ് വണ്ടി ഇതേ ഇവിടെ കിടപ്പുണ്ട്. അതുപോലെ എല്ലാവരും ഗ്രേഡറിൻ്റെ മുകളിലാണ് കേട്ടോ ഉള്ളത് ഇപ്പോൾ. അപ്പോൾ മൊത്തം നമ്മുടെ പിന്നും പുഷും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മെക്കാനിക് ഗോകുൽ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ രഞ്ജിത്താട്ടൻ, പിന്നെ എല്ലാവരും ഇതാ ഒരാളതാ തൊട്ടപ്പുറത്തായിട്ട് മറ്റൊരു ഗ്രേഡറിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗ്രേഡറിൻ്റെ തൊട്ട് പിറകിലായിട്ട് ഇതേ അശ്വിനേട്ടൻ്റെ വർക്കാണ്. മൊത്തം നേരത്തെ നമ്മൾ JCB കൊണ്ട് കവറൊക്കെ കൊണ്ടുപോയി ഇട്ടു. അതൊക്കെ ഒന്ന് ഞെട്ടും ബോൾട്ടൊക്കെ ഇട്ട് സെറ്റാക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ ഓരോരുത്തരും ഈ കാണുന്ന വെയിലത്താണ് കേട്ടോ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്.
അതേപോലെ നമ്മുടെ പ്ലാന്റിൽ ഇപ്പോൾ മിക്സ് അടിക്കുന്നില്ല. നിലവിലുള്ള വണ്ടിയൊക്കെ പോയി. കണ്ടോ, നല്ല ഇടിവെട്ട് വെയിലാണ്. നമ്മുടെ ക്രെയിനിൻ്റെ പരിപാടിക്ക് മെയിൻ്റനൻസ് വർക്കൊക്കെ കഴിഞ്ഞ് ഇതേ നമ്മുടെ ലോറിയിൽ സാധനങ്ങൾ ഇറക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, സാധനങ്ങൾ ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. വണ്ടിയുടെ ഡോറൊക്കെ കിടക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത സാധനം കയറ്റാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മുടെ കുഞ്ഞു വ്ളോഗർ ഇതേ ഇവിടെ നിൽപ്പുണ്ടേ. എന്തേ ഒന്നുമില്ല. അത് അവസാന ഡോറും കൂടി നമ്മൾ അടച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകണം. അങ്ങനെ നമ്മൾ വീണ്ടും ലോഡൊക്കെ തട്ടി സൈഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിക്കകത്തോട്ട് ഇപ്പോൾ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ ഇതേ ഇവിടെ സോയിൽ നെയിലിങ്ങിൻ്റെ പരിപാടികളൊക്കെ മൊത്തം നെറ്റൊക്കെ അടിച്ച് റെഡിയാക്കി വരുന്നുണ്ട്. ഇന്ന് മഴക്കാറ് ചെറുതായിട്ടുണ്ടെങ്കിലും മഴയൊന്നുമില്ല കേട്ടോ. ഇന്ന് മൊത്തം വെയിൽ തന്നെയായിരുന്നു. അപ്പോൾ കണ്ടോ, മൊത്തം ഇങ്ങനെ നെറ്റ് അടിച്ചതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമ്മുടെ കോൺക്രീറ്റ് സ്പ്രേ ചെയ്ത് പിടിപ്പിക്കണം. അപ്പം അതിൻ്റെ പരിപാടിയാണ്. അപ്പം നമ്മുടെ സെൻറ്റിൻ്റെ വണ്ടി ഇതുവഴി കടന്നു പോകുന്നുണ്ടേ. നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റിലോട്ടുള്ള പോക്കാണ്. അതേപോലെ തന്നെ റോഡിലൂടെ നമ്മുടെ മുരളിയാട്ടൻ്റെ വണ്ടിയും കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിക്കകത്ത് മൊത്തം സാധനങ്ങളൊക്കെ തന്നെ കയറ്റി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കണ്ടോ, അതേ കണ്ണാടിയിലൂടെ നമ്മുടെ വർക്കേഴ്സൊക്കെ ഗ്ലൗസൊക്കെ കഴിച്ചു വെക്കുന്ന കാഴ്ച കാണാം. ഇപ്പം ഡോറ് തുറന്ന് ഇതേ ഉള്ളിലോട്ട് കയറി വരും. വാ, നമ്മൾ രണ്ടാമതായിട്ട് സാധനം കയറ്റാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. പിറകിലായിട്ട് നമ്മുടെ വണ്ടി കിടപ്പുണ്ട്. കണ്ടോ, ഓരോ സാധനങ്ങൾ ദൂരെ നിന്ന് ഡ്രമ്മും എടുത്ത് ഒരാൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ള ഡ്രം ഇപ്പം കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ നമ്മളിപ്പോൾ കുമ്പള ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടുള്ളത്. കുമ്പളയിലേക്ക് നമ്മുടെ തലപ്പാടിയിൽ നിന്ന് വരുന്ന വണ്ടി ഇതുവഴിയാണ് പ്രവേശിക്കുന്നത്. ഇന്ന് നല്ല ഹെവി ആയിട്ടുള്ള വെയിലാണ് കേട്ടോ. ചൂട് എന്ന് പറഞ്ഞാൽ അതേമാതിരിയുള്ള ചൂടാണ്. കണ്ടോ, ഇവിടെ നോക്കിയാലും നമ്മുടെ വണ്ടിയാണ് കേട്ടോ. അതേ താഴെ കൂടെ നമ്മുടെ വണ്ടി ആരും കാണാതെ മണ്ണ് കയറ്റി പോകുന്നുണ്ടേ. അപ്പം നമ്മൾ കുമ്പള പാലത്തിൻ്റെ എക്കരയായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് സൈഡിലുള്ള നമ്മുടെ പേരലൊക്കെ ഇങ്ങനെ എടുത്ത് പോവാണ്. കണ്ടോ, സൈഡിൽ വർക്ക് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വേരലൊക്കെ നമ്മളിങ്ങനെ എടുത്ത് നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റിലോട്ട് സ്റ്റോക്ക് ചെയ്ത് പോവാണ്. ഇവിടെയൊക്കെ ഇതാ പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ ചെയ്തു വരുന്നുണ്ട്. മൊത്തം സൈഡ് നമ്മുടെ ക്രാഷ് ബാരിയറൊക്കെ മൊത്തം വാഷ് ചെയ്ത് റെഡിയാക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇന്റർലോക്കിന്റെ പരിപാടികൾ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചെറിയ ഇറ്റാച്ച് ചെയ്ത സൈഡിലെ മണ്ണൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ നമ്മുടെ കുഞ്ഞൻ റോളറും ദൂരെയായിട്ട് കിടപ്പുണ്ട്. കണ്ടോ, നമ്മുടെ ടിപ്പറിൻ്റെ പിറകിലായിട്ട്. ഇപ്പോൾ ടിപ്പർ ഇവിടെ GSB തട്ടാൻ വേണ്ടി വന്നതാണ്. മൊത്തം ഇന്റർലോക്ക് വെക്കേണ്ട സ്ഥലമൊക്കെ മൊത്തം ലെവൽ ചെയ്ത് റെഡിയാക്കണം. നമ്മുടെ ടീം ഓരോരുത്തരും ഓരോരോ വേരൽ ഇങ്ങനെ എടുത്തെടുത്ത് നമ്മുടെ വണ്ടീൻ്റെ അകത്ത് ഇടുകയാണ്. ഉണ്ടോ, അങ്ങനെ നമ്മളിങ്ങനെ ഓരോ വേരലും കയറ്റി ഇതുവഴി പോകുന്നുണ്ട്.
ഓക്കെ, അത് കയറ്റി ഇനിയിപ്പോൾ അടുത്ത വേരൽ കയറ്റണം. അപ്പോൾ ദൂരെയായിട്ട് ഇതേ നമ്മുടെ കുമ്പള പാലം നമുക്ക് കാണാം. അതിൻ്റെ സൈഡിലൂടെ നമ്മുടെ ഒരു ടോറസ് ലോറി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, മൊത്തം നമ്മൾ ഫൈനൽ വർക്കാണ് ഇവിടെ നടക്കുന്നത്. കാരണം ഏതാണ്ട് എല്ലാ പണിയും നമ്മുടെ സൈറ്റിൽ കഴിഞ്ഞു. ചെറിയ ചെറിയ ഫൈനലായിട്ട് നമ്മൾ എന്താ പറയുക, ഫിനിഷിംഗ് വർക്കാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ക്രാഷ് ബാരിയർ ഇല്ലാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് വെച്ച ഓരോരോ ബാരലുകളാണ്. അതാണിപ്പോൾ നമ്മളിപ്പോൾ എല്ലാം എടുത്ത് നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റിലോട്ട് കൊണ്ടുപോയി വെക്കുന്നത്. ഇത് നമ്മുടെ ലജി ചേട്ടൻ്റെ വണ്ടിയാണ് കേട്ടോ. മണ്ണടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്തൊക്കെ നല്ല വെയിലാണേ. അപ്പോൾ നമ്മുടെ കുമ്പള പാലത്തിൻ്റെ അടുത്ത് നിന്ന് നോക്കുമ്പോൾ ദേ കണ്ടോ, ഇവിടെ നല്ല മനോഹരമായിട്ട് കടലൊക്കെ കാണാവേ. നല്ല രസമുണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് നോക്കാൻ വേണ്ടിയിട്ട് നല്ല തിരയൊക്കെ അടിക്കുന്ന നല്ല തിളങ്ങി നിൽക്കുന്നൊരു കടൽ നമുക്ക് ദൂരെ നിന്ന് കാണാം. അടിപൊളി ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. അതേപോലെ ഇതേ നമ്മൾ കുമ്പളപ്പാലത്തിൻ്റെ തൊട്ടടുത്തായി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടീമൊക്കെ ഇതേ അവിടുന്ന് ഓരോരോ വേരലുകൾ എടുത്ത് വണ്ടിക്കടുത്തോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്ക് ഇതൊക്കെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുത്തെ വേരലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത നമ്മുടെ റോഡിനടുത്തുള്ള കുറേ വേരൽ വേറെയുണ്ട്. മിക്കവാറും ഒസങ്കടി ഭാഗത്തു നിന്നുള്ള വേരലൊക്കെ ഇപ്പം നമുക്ക് എടുത്ത് നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റിലോട്ട് കൊണ്ടുവെക്കണം. അപ്പോൾ നമ്മുടെ ടീമൊക്കെ ഇതാ വേരലൊക്കെ എടുത്ത് വരുന്നുണ്ട്. നമ്മുടെ വണ്ടി ഇതേ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിക്കണം. നമ്മൾ നേരെ കുമ്പള എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞത് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നിരിക്കുകയാണ്. നമ്മൾ കുമ്പള ഓഫീസിലാണ് കേട്ടുള്ളത്. കൂടെ നമ്മുടെ സുനീഷ് ചേട്ടനുണ്ട്. അപ്പോൾ നമ്മൾ ഓഫീസ് ഇതേ ഇങ്ങനെയാണ് കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. ഇഷ്ടംപോലെ നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ചെടിയൊക്കെ നട്ട് നല്ല സെറ്റപ്പ് ആക്കിയ സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ റോഡിൽ ലൈന് വരാവുന്ന വണ്ടിയാണ് പോകുന്നത്. അവരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ് കേട്ടോ. നല്ല ചൂടിങ്ങനെ ആവി പറക്കുന്ന കാണാം. ഇതൊക്കെ ചൂടാക്കിയിട്ട് ഇങ്ങനെ അടിക്കുന്നതാണ് കണ്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് റെസ്റ്റിലാണ്. ഇനിയിപ്പോൾ വീണ്ടും ഇറങ്ങണം. നമ്മുടെ ടീമൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതേപോലെ ഇന്ന് മഴയും കാര്യങ്ങളൊന്നും പെയ്തില്ല. നല്ല ഇടിവെട്ട് വെയിൽ തന്നെയാണ്. കണ്ടോ, ഇവിടെയൊക്കെ നല്ല തിളങ്ങി നിൽക്കുകയാണ് മൊത്തത്തിൽ. നമ്മുടെ ഹൈവേ ഒക്കെ നോക്കി നല്ല പവർഫുൾ ആയിട്ടുള്ള വെയിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ കുമ്പളയാണുള്ളത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് സാധനങ്ങളൊക്കെ ഇറക്കണം. എന്നിട്ട് രണ്ടാമത് വീണ്ടും കാറ്റണം. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റിൽ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കൊണ്ടുവച്ച വേരലാണ്. അതിന് മുമ്പിട്ടേ കൊണ്ടുവച്ചാണ്. ഇഷ്ടം പോലെ വേരലുണ്ട്. അതേപോലെ നമ്മുടെ വണ്ടി അവിടെ നിന്ന് ഓരോ വേരലായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ലോഡർ അവിടെ കിടപ്പുണ്ട്. ഇന്ന് മഴയേ പെയ്തില്ല കേട്ടോ. നമ്മളെ പ്ലാന്റൊക്കെ നോക്കി നല്ല ശാന്തമായിട്ട് കിടക്കുകയാണ്. അപ്പം നമുക്ക് ഇനിയും കുറച്ച് സാധനങ്ങൾ കാറ്റാനുണ്ട്. അതും ഇവിടെ തന്നെ കൊണ്ടുപോയി ഇറക്കണം. ഇതിപ്പോൾ രണ്ടാമത്തെ ട്രിപ്പാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരു ട്രിപ്പ് കൂടിയുണ്ട്. അപ്പോൾ ഇത് ഓരോ വേരലായിട്ട് ഇങ്ങനെ ഇറക്കി പോവാണ്. അപ്പോൾ കണ്ടോ, നമ്മുടെ മച്ചാനിങ്ങനെ ഓരോ സാധനം ഇങ്ങനെ എടുത്ത് കൊടുക്കുകയാണ്. നമ്മുടെ വേരലൊക്കെ ഏതാണ്ട് തീരാറായി. ഇനിയിപ്പോൾ ഈ കാണുന്ന മൊത്തം കമ്പി ഇറക്കണം. നമ്മുടെ വണ്ടീൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് അവസാന വേരലും ഇറക്കുകയാണ്. ഇനിയിപ്പോൾ ഈ കാണുന്ന കമ്പി മൊത്തം ഇറക്കണം. ഇനി അടുത്ത പരിപാടി അതാണ്. കണ്ടോ,
നല്ല വെയിലാണ്. എന്താണ് ഇത്? നമ്മുടെ ടീമൊക്കെ പരിപാടിയൊക്കെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതാണ് ഇറക്കേണ്ടത്. നമ്മുടെ നേലൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ ബേരലൊക്കെ ഇറക്കി കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ കമ്പി ഇറക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ. നോക്കൂരെവിടെ? ഇപ്പോൾ 2-3 പൊട്ടൊക്കെ പൊട്ടണം, എന്നിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ AC വണ്ടി തന്നെയാണ് കേട്ടോ. നമ്മുടെ അധിക വണ്ടിയും AC തന്നെയാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇനി നമുക്ക് കുറച്ച് ഫ്രണ്ടിലായിട്ട് പോയിട്ട് നമ്മുടെ ഈ കമ്പികളൊക്കെ ഇറക്കണം. വെയിൽ നല്ല രീതിയിൽ ഉദിച്ച് കയറുന്നില്ല കേട്ടോ. നല്ല അത്യാവശ്യം നല്ല ചൂടാണ്. കാരണം ഇന്ന് തീരെ മഴ പെയ്തില്ല കേട്ടോ. സാധാരണ ഉച്ച കഴിഞ്ഞിട്ടൊരു മഴ പതിവാണ്, പക്ഷെങ്കിൽ ഇന്ന് മഴയേ ഇല്ല. നമ്മളെന്തായാലും ദേ ഇങ്ങനെ പോകുന്നുണ്ടേ. അപ്പൊ നമ്മുടെ സെന്റൊക്കെ ഇതേ ലോഡൊക്കെ തട്ടി അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ കമ്പിയൊക്കെ ഇറക്കി തുടങ്ങിയിട്ടുണ്ടേ. ഓരോരോ കമ്പികളായിട്ട് ഇങ്ങനെ ഇറക്കി വരുന്നുണ്ട്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ നമ്മൾ നേരത്തെ കൊണ്ടുവച്ച കമ്പികളാണ്. അതേപോലെ നമ്മുടെ കോൺക്രീറ്റിൻ്റെ പ്ലാന്റ് ഇവിടെ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ JCB അവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ക്രെയിനിനെന്തോ ചെറിയ മെയിൻ്റനൻസ് പണിയുണ്ട്. എന്തോ ഒരു പ്രശ്നം. ഇല്ലെങ്കിൽ നമുക്ക് ഈ കമ്പി മൊത്തം ക്രെയിൻ ഉപയോഗിച്ച് ഇറക്കാമായിരുന്നു. ഇതെന്തായാലും നമ്മൾ കൈകൊണ്ട് ഇറക്കി വെക്കുകയാണ് കേട്ടോ. അതേപോലെ നല്ല തലയുയർത്തി നിൽക്കുന്നതാണ് നമ്മുടെ താറിങ്ങിൻ്റെ പ്ലാന്റ്. അപ്പം നമ്മുടെ വണ്ടിക്കകത്തോട്ട് ലോഡൊക്കെ കയറ്റിയിട്ടുണ്ട്. ഫുള്ള് ബോർഡാണ്. ഇനി ഇതൊക്കെ ഒന്ന് കെട്ടി ഉറപ്പിക്കണം, എന്നിട്ട് വേണം നമുക്ക് സൈറ്റിലോട്ട് പോകാൻ. അതേപോലെ നമ്മുടെ ഗ്രേഡർ സ്റ്റാർട്ട് ചെയ്ത് എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. നല്ല ഹെവി ആയിട്ടുള്ള വെയിൽ തന്നെയാണ് കേട്ടോ. കണ്ടോ, മൊത്തം വേർത്തൊലിച്ചു. നല്ല വർക്കായിരുന്നു. ഇനിയിപ്പോൾ ഇതൊന്നും കാരൊക്കെ കെട്ടി ഒന്ന് സെറ്റാക്കട്ടെ. അപ്പോൾ നമ്മളെ കാരൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളിത് സൈറ്റിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വണ്ടിയിൽ നിന്നും ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം ബോർഡും ഇവിടെ ഇറക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ആരിക്കാടിയാണ് നമ്മളുള്ളത്. ഓരോ ബോർഡുകളായിട്ട് ഇങ്ങനെ ഇറക്കി പോവാണ്. നമ്മുടെ അവസാന ലോഡാണ് ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇത് മൊത്തത്തിൽ 2-3 ലോഡ് എടുത്തു. അവസാന ലോഡ് കണ്ടോ, എല്ലാവരും ഇങ്ങനെ നല്ല കാര്യമായ രീതിയിൽ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇവിടെ വലിയൊരു വാളിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ബോർഡാണ് നമ്മൾ കൊണ്ടുവന്നത്. ഇവിടെ ഒരു പുതിയ കേരിയ പ്രഷൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആരിക്കാടി സർവീസ് റോഡ് ഇവിടെ എൻഡാണ്. ഇവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് സർവീസ് റോഡ് എൻഡ് എന്ന്. ഇവിടുന്ന് അങ്ങോട്ട് ബ്രിഡ്ജാണ് കേട്ടോ. അപ്പോൾ നമ്മളെ പിള്ളേർ വെച്ചിളക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു വലിയൊരു അട്ടി ഉണ്ടായിരുന്നു. ആ അട്ടി നിമിഷ നേരം കൊണ്ട് താഴെ ഇറക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ അടുത്ത അട്ടിയും ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ചടപടാന്നുള്ള പരിപാടിയാണ് കേട്ടോ. സമയം ഏതാണ്ട് 5 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴും നല്ല രീതിയിലുള്ള വെയിലാണ് ഇവിടെ കണ്ടോ. ഇവരങ്ങനെ കഥയൊക്കെ പറഞ്ഞ് സ്പീഡിലാണ് പണി തീർക്കുന്നത്. അതേപോലെ നമ്മളില്ലേ വണ്ടിയുടെ മുകളിൽ ഇങ്ങനെ കാര്യം ഇരിക്കുന്നുണ്ട്. കാരണം ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ. അതേപോലെ
റോഡൊക്കെ നല്ല പളാന്ന് തിളങ്ങുന്നുണ്ട്. വണ്ടികളൊക്കെ അതേമാതിരിയുള്ള പോക്കാണേ. ഇപ്പൊ ദൂരെ വന്നൊരു കർണാടക KSRTC വരുന്നുണ്ട്. ഇവന്മാരാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത പോക്കാണ് കണ്ടോ. നമ്മളെ ബോർഡ് എന്തായാലും ഇത് ഇറക്കി തീരാറായിട്ടുണ്ട്. ചെക്കന്മാർ മൊത്തം സാധനം ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതേ കണ്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി മൊത്തം ഇവിടെ അവസാനിച്ചു. ഇനിയിപ്പോ നേരെ റൂമിൽ പോകണം. ഇനി അടുത്ത പരിപാടി മൊത്തം നാളെയാണ് കേട്ടോ. ഇപ്പോഴും നല്ല രീതിയിലുള്ള വെയിലും കാര്യങ്ങളൊക്കെയാണ്.